ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ സജീവമായ ഇസ്ലാമിക തീവ്രവാദി ഗ്രൂപ്പായ ബൊക്കോ ഹറാമിൻ്റെ വിവിധ തരത്തിലുള്ള ചൂഷണത്തിന് ഇരകളായിരിക്കുന്നവരെ സഹായിച്ചിരുന്ന വൈദികനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. ഫാദർ അൽഫോൺസസ് അഫീന എന്ന യുവവൈദികനെ ജൂൺ 1 ഞായറാഴ്ചയാണ് തട്ടിക്കൊണ്ടുപോയത്. രാത്രി ഗൊസയ്ക്ക് സമീപം വിശുദ്ധ കുർബാനാർപ്പണം കഴിഞ്ഞ് മെദുഗുരിയിലേക്ക് മടങ്ങുന്നതിനിടെ ഫാദർ അഫീനയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് മെദുഗുരി ഓക്സിലറി ബിഷപ്പ് ജോൺ ബാക്ന ബക്കേനി മാധ്യമങ്ങളോട് പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയവർ പിന്നീട് മെദുഗുരി രൂപതയെ ഫോണിൽ ബന്ധപ്പെടുകയും ഫാദർ അഫീന ജീവിച്ചിരിപ്പുണ്ടെന്നതിന് തെളിവ് നൽകുകയും ചെയ്തു. പ്രദേശത്തെ ബൊക്കോ ഹറാം തീവ്രവാദികൾ പ്രദേശവാസികൾക്ക് വലിയ ഭീഷണിയാണ്. ഇരു ബൊക്കോ ഹറാം ഗ്രൂപ്പുകളുടെ സാന്നിധ്യം കാരണം ഗൊസയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം ഒട്ടും സുരക്ഷിതമല്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട്. മനഃശാസ്ത്രത്തിലും കൗൺസിലിംഗിലും ബിരുദം നേടിയ ഫാദർ അഫീന ബൊക്കോ ഹറാം ഇരകൾക്കായി പ്രദേശത്ത് ട്രോമ സെൻ്ററും മറ്റും സ്ഥാപിച്ചിരുന്നു. നൈജീരിയൻ വൈദികനെ തട്ടിക്കൊണ്ടുപോകൽ വാർത്ത US രൂപതയായ ഫയർബാങ്ക്സിലും ചർച്ചയായിട്ടുണ്ട്. 2017 മുതൽ 2024 വരെ 6.5 വർഷം അമേരിക്കയിലെ സെവാൻഡ്, പെൻസിൽവാനിയയിലെ ഗ്രാമങ്ങളിൽ സേവനം ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇക്കാലയളവിലാണ് നൈജീരിയയിലെ ബൊക്കോ ഹറാം ഇരകൾക്കായി ഒരു ട്രോമ സെൻ്റർ സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെ മനഃശാസ്ത്രത്തിലും കൗൺസിലിംഗിലും അദ്ദേഹം ബിരുദം നേടിയത്. വൈദികന്റെ മോചനത്തിനും അദ്ദേഹത്തിന് ശാരീരികവും ആത്മീയവുമായ ശക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഫയർബാങ്ക്സ് ബിഷപ്പ് സ്റ്റീഫൻ മെക്കാവ OP അഭ്യർത്ഥിച്ചു. വൈദികന്റെ മോചനത്തിനായി അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം പരിശുദ്ധ കുർബാനാർപ്പണം നടന്നിരുന്നു. വൈദികന്റെ മോചനത്തിനായി നൈജീരിയൻ രൂപത പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖീന ന്യൂസ്.